സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. വിവിധ സംസ്ഥാനങ്ങളിൽ സ്പെഷ്യൽ ഇൻസെന്റീവ് റിവിഷൻ പ്രക്രിയ ഇതിനോടകം തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. ബൂത്ത് ലെവൽ ഓഫീസർമാർ വോട്ടർമാർക്ക് ഫോമുകൾ വിതരണം ചെയ്യുന്നു. ഒരു വോട്ടറെയും ഒഴിവാക്കിയിട്ടില്ലെന്ന് ഉറപ്പാക്കാൻ വോട്ടർ പട്ടികയിൽ അവരുടെ പേരുകൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ നിയമങ്ങൾ അനുസരിച്ച് വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ കഴിയൂ. വോട്ടർ പട്ടിക എങ്ങനെ ഡൗൺലോഡ് ചെയ്യണമെന്ന് അതിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് പരിശോധിക്കുന്നതും വ്യക്തമാക്കാം. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. വിൻഡോ തുറന്നു കഴിഞ്ഞാൽ PDF e-roll എന്ന പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം എല്ലാ സംസ്ഥാനങ്ങളുടെയും വോട്ടർ പട്ടികയിലുള്ള ലിങ്ക് അടങ്ങിയ ഒരു പേജ് തുറക്കും. നിങ്ങൾ വോട്ടറായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള സംസ്ഥാനത്തിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി ആ സംസ്ഥാനത്തിന് കീഴിൽ വരുന്ന ജില്ലകളുടെ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ താമസിക്കുന്ന ജില്ലയിൽ ക്ലിക്ക് ചെയ്യുക. ജില്ലയുടെ പേര് ക്ലിക്ക് ചെയ്ത ശേഷം പേജിൽ നിയോജക മണ്ഡലങ്ങളുടെ പേരുകളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾ വോട്ട് ചെയ്യാൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നിയോജക മണ്ഡലത്തിന്റെ പേരിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി ആ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പോളിംഗ് സ്റ്റേഷനുകളുടെ ഒരു ലിസ്റ്റ് നിങ്ങൾ കാണുന്നതാണ്. നിങ്ങളുടെ പോളിംഗ് സ്റ്റേഷൻ അടുത്തുള്ള ഫൈനൽ റോൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് വോട്ടർ പട്ടിക കാണാനും വോട്ടർ ID ഡൗൺലോഡ് ചെയ്യാനും കഴിയും. നിങ്ങളുടെ എപ്പിക് കാർഡ് വിശദാംശങ്ങൾ നൽകി വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേര് പരിശോധിക്കാനും കഴിയും. തിരയലിനായി നിങ്ങളുടെ എപ്പിക് നമ്പർ ആവശ്യമാണ്. കാർഡിന്റെ മുകൾ ഭാഗത്ത് അച്ചടിച്ചിരിക്കുന്ന നമ്പറാണ് എപ്പിക് നമ്പർ. ഇലക്ഷൻ ഫോട്ടോ ഐഡന്റിറ്റി കാർഡ് നമ്പർ. നിങ്ങളുടെ വോട്ടർ ID കാർഡ് ഓൺലൈനായി ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ എപ്പിക് നമ്പർ അല്ലെങ്കിൽ ഫോം റെഫറൻസ് നമ്പർ ആവശ്യമാണ്. അതുപോലെ തന്നെ e-rollൽ നിങ്ങളുടെ പേരെങ്ങനെയാണ് തിരയേണ്ടത്? ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. സെർച്ച് യുവർ നെയിം ഇൻ റോൾ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി നിങ്ങളുടെ എപ്പിക് നമ്പർ, മറ്റ് വിശദാംശങ്ങൾ എന്നിവ നൽകി സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. വോട്ടർ ID ഓൺലൈനായി എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം? ഔദ്യോഗിക വോട്ടർ സേവന പോർട്ടൽ സന്ദർശിക്കുക. നിങ്ങളുടെ മൊബൈൽ നമ്പർ, പാസ്വേഡ്, ക്യാപ്ച കോഡ് എന്നിവ നൽകേണ്ടതുണ്ട്. തുടർന്ന് OTP അഭ്യർത്ഥിക്കുക. ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ വെരിഫൈ മൊബൈൽ നമ്പറിലേക്കാണ് OTP വരിക. എപ്പിക് നമ്പർ ഡൗൺലോഡ് ടാബിലേക്ക് പോകുന്നതാണ്. അടുത്തതായി നിങ്ങളുടെ തിരയൽ ഓപ്ഷനായി എപ്പിക് നമ്പർ അല്ലെങ്കിൽ ഫോം റെഫറൻസ് നമ്പർ തിരഞ്ഞെടുക്കുക. എപ്പിക് നമ്പറോ ഫോം റെഫറൻസ് നമ്പറോ നൽകി നിങ്ങളുടെ സംസ്ഥാനം തിരഞ്ഞെടുത്ത് തിരയൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ വോട്ടർ ID വിശദാംശങ്ങൾ സ്ക്രീനിൽ ദൃശ്യമാകുന്നതാണ്. OTP നൽകി വെരിഫൈ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഡിജിറ്റൽ വോട്ടർ ID കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ ഡൗൺലോഡ് EPIC എന്നിവ ക്ലിക്ക് ചെയ്യുക.